കഥ തുടരുന്നു. രവീന്ദ്രൻ പറഞ്ഞു തീരും മുമ്പേ ഷേർലി മുറവിളിയിട്ടു. പപ്പാ, എൻ്റെ പപ്പാ. രവി പിടിച്ചില്ലായിരുന്നെങ്കിൽ കാറിൻ്റെ ഡോർ തുറന്ന് അവൾ പുറത്തു ചാടുമായിരുന്നു. എനിക്കിനി ജീവിക്കേണ്ട. അവൾ സ്വന്തം മുടിയിൽ പിടിച്ചു വലിച്ചു നെഞ്ചിൽ തല്ലി. ഞാൻ എൻ്റെ പപ്പായെ കൊന്നു. പപ്പ, ഷിറിമോളുടെ പപ്പ. മുതിർന്ന ശേഷമാണ് പോൾ മാഷ് ഷേർലി എന്ന് മുഴുവൻ വിളിച്ചു തുടങ്ങിയത്. അതുവരെ ഷിറിമോളായിരുന്നു. ആൺമക്കൾ മാഷിന് പിള്ളേരായിരുന്നു. മോളെപ്പറ്റി പറയുമ്പോൾ എൻ്റെ കൊച്ച് എന്നും. ആ കൊച്ചു കാരണം പപ്പ പോയി. രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പപ്പായ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. മമ്മിയായിരുന്നു സൂക്കേടുകാരി. പപ്പായ്ക്ക് കാര്യമായ അസുഖങ്ങളൊന്നും വരാറില്ല. അടുത്ത കാലത്തായി കൂടുതൽ ദൂരം നടന്നാലോ എന്തെങ്കിലും ഭാരം പൊക്കിയാലോ കിതയ്ക്കാറുണ്ട്. ശരീരം വയസ്സറിച്ചു തുടങ്ങി എന്നാണ് പപ്പ പറയുക. പക്ഷേ മരിക്കാനുള്ള യാതൊരു അസുഖവും പപ്പായ്ക്കില്ലായിരുന്നു. താൻ രജിസ്റ്റർ വിവാഹം നടത്തിയത് അറിഞ്ഞ ശേഷമാവും പപ്പ തന്നോട് പകപോക്കിയതായിരിക്കുമോ സ്വയം. എൻ്റെ ഈശോ. അവൾ നെഞ്ചിൽ കൈയമർത്തി. നെഞ്ച് പൊട്ടി പൊടിഞ്ഞു പോകുന്നത് പോലെ. ഷേർലി, പ്ലീസ് സമാധാനിക്കാൻ നോക്ക്. നീ വിചാരിക്കും പോലെ നിൻ്റെ കാര്യം അറിഞ്ഞത് കൊണ്ടൊന്നും ആയിരിക്കില്ല. അല്ലാതെ പിന്നെ എൻ്റെ പപ്പായ്ക്ക് ഒരസുഖവുമില്ലായിരുന്നു. കാലത്ത് എന്തൊക്കെ എന്നോട് പറഞ്ഞതാ. എന്നിട്ട് ഞാൻ എൻ്റെ പപ്പായെ. കാർ അപ്പോഴേക്കും വീടിൻ്റെ ഗേറ്റിലെത്തിയിരുന്നു. ആളുകൾ കാറിന് ചുറ്റും പൊതിഞ്ഞു. അവൾ വന്നു. ആരോ പറയുന്നത് ഷേർലിയും രവിയും കേട്ടു. എന്തിനാ വന്നത്? അപ്പനെ കൊല്ലിച്ച സന്തതി. മറ്റാരോ ബന്ധുക്കളാണ്, അപ്പൻ്റെ വകയിലുള്ളവർ. എൻ്റെ പപ്പ, എനിക്ക് സഹിക്കാൻ വയ്യേ. ഷേർലി നെഞ്ചു പൊട്ടിക്കരഞ്ഞു. രവിയാണ് അവളെ കൈപ്പിടിച്ച് കാറിന് വെളിയിൽ കൊണ്ടുവന്നതും. വന്നു. ആളുകൾ പരസ്പരം പറഞ്ഞ ഷേർലിയുടെ കാതുകളിലും അതെത്തി. കൊന്നിട്ടേയുള്ളൂ അവളെ. ഓടി അകത്ത് കയറി വാക്കത്തിയുമായി സാബു വെളിയിൽ വന്നു. പപ്പയെ കൊന്നില്ലേ അവൾ? ഇനി അവളും ജീവിക്കേണ്ട. പെട്ടെന്ന് തന്നെ ആരൊക്കെയോ ചേർന്ന് അയാളെ പിടിച്ചു നിർത്തി. ബലമായി വാക്കത്തി കയ്യിൽ നിന്ന് വാങ്ങി. അവൾ ഈ ഗേറ്റിനകത്ത് കടക്കാൻ പാടില്ല. ചുറ്റും നിന്നവരെ തൂക്കി എറിഞ്ഞുകൊണ്ട് സാബു അലറി. ഈ ഗേറ്റിനകത്ത് കടന്നാൽ അവൾ ശവമാ. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോഴേക്കും ഷേർലി ഗേറ്റിലെത്തിക്കഴിഞ്ഞു. ഈ ഗേറ്റിനകത്തോട്ട് കയറരുത്. സുനിൽ ഓടി ഗേറ്റിലെത്തി. ഞങ്ങൾ 3 ആൺപിള്ളേരിവിടെ ജീവനോടെയുള്ളപ്പം നീയും നിൻ്റെ നായരും ഈ ഗേറ്റിനകത്ത് കടക്കില്ല. നിന്നെയും കണ്ടിക്കും അവനെയും കണ്ടിക്കും. പിന്നെ രവിയോട് വിളിച്ചു ചോദിച്ചു. പന്നീടെ മോനെ, നിനക്ക് തൃപ്തിയായോടാ? ഞങ്ങളുടെ കുടുംബം കുളം തോണ്ടിയില്ലേ? ഞങ്ങൾക്ക് ആകെയുണ്ടായിരുന്ന പെങ്ങളാടാ. ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണിയായി സൂക്ഷിച്ചതാടാ. തകർത്തില്ലേടാ? ഞങ്ങളുടെ പപ്പായെ കൊന്നില്ലേ? എണ്ണിപ്പെറുക്കാതെ അവൻ്റെ തല കണ്ടിച്ച് താഴെ ഇടറ പട്ടി. മുറ്റത്ത് നിന്ന് സാബു. അവളെ പിടിച്ചു കൊണ്ടുവന്ന് അപ്പൻ്റെ ശവം തീറ്റിക്കടാ. രവിയൊന്നും മിണ്ടിയില്ല. അവന് അവരുടെ വികാരം മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഷേർലിക്ക് പപ്പായെ കാണണം. ഇല്ലെങ്കിൽ അവളെയും കൂട്ടി തിരിച്ചു പോകാനും തയ്യാറാണ് രവി. ഷേർലിക്ക് വേണ്ടിയാണ് രവി വന്നതും ആ സംഘർഷാവസ്ഥയിൽ അവിടെ പിടിച്ചു നിന്നതും. എനിക്ക് എൻ്റെ പപ്പായെ കാട്ടിത്താ. എൻ്റെ പപ്പായെ കാണാതെ ഞാൻ പോകില്ല. ഗേറ്റിൽ നിന്ന് ഷേർലി ഉറക്കെ കരഞ്ഞു. എന്നെ കൊന്നാലും ഞാൻ പോകില്ല. പപ്പ, ഷിറിമോളെ വിളിക്കുന്നേ. ഷേർലി, നീ ഇതിനകത്തോട്ട് വരരുത്, സുനിൽ പറഞ്ഞു. ഞങ്ങളെ കൊലപാതകികളാക്കരുത്. അപ്പോഴേക്കും അയൽക്കാരികളും ബന്ധുക്കളുമായ ചില സ്ത്രീകൾ വന്ന് ഷേർലിയെ പിടിച്ചു. ഷേർലി, നീ ഇപ്പം അങ്ങോട്ടും ചെല്ലണ്ട മോളെ. നിൻ്റെ ആങ്ങളമാർ കലി കയറി നിൽക്കുക. സാബുവിനാണെങ്കിൽ യാതൊരു വീണ്ടുവിചാരവുമില്ല. ഒക്കെ നീയായി വരുത്തി വെച്ചതല്ലേ. നീ വേണ്ടേ ക്ഷമിക്കാൻ? എനിക്ക് എൻ്റെ മമ്മിയെ ഒന്ന് കാണണം, അവൾ പറഞ്ഞു. എൻ്റെ മമ്മിക്ക് എന്നെ മനസ്സിലാകും. എൻ്റെ മമ്മി എന്നോട് പൊറുക്കും. മമ്മിയെങ്കിലും ഒന്ന് കാണിക്കണേ. ഷേർലി വാവിട്ട് കരഞ്ഞു. പെണ്ണുങ്ങൾ കണ്ണീരൊപ്പി. ഷേർലി തെറ്റുകാരിയാണെന്ന് അവരെല്ലാം കരുതുന്നു. പക്ഷേ അവരുടെ സങ്കടം മനസ്സിലാകുന്നുമുണ്ട്. വേണമെങ്കിൽ അവളൊന്ന് കണ്ടിട്ട് പോട്ടെ ചേട്ടായി. രണ്ടാമൻ റോണി സാബുവിനോട് പെങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്തു. ഈ ജന്മത്തെ കാഴ്ച തീരുവല്ലോ. വാ പട്ടി, സാബു ആട്ടി. ആണാണോടാ നീ? നാണമുണ്ടോടാ നിനക്ക്? ആങ്ങളമാരുടെ മുഖത്ത് കരുതേച്ച ആ തേവിടിച്ചിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ? അവൾ കാരണമാ അപ്പൻ നെഞ്ചു പൊട്ടി ചത്തത്. അത് ഈ ജന്മം ഞാൻ മറക്കൂല. അവളെൻ്റെ ശത്രുവാ, ആ ജന്മ ശത്രുവാ. എൻ്റെ അപ്പനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ദൈവം പോലും. ഇങ്ങനൊരു പപ്പായും മക്കളെ സ്നേഹിച്ചിട്ടില്ല. ആ പപ്പായയെ അവൾ കൊന്നത്. കാലം മാറിപ്പോയില്ലേ ചേട്ടായി? റോണി ചോദിച്ചു. ഇന്നത്തെ കാലത്ത് ഇതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല. കൊള്ളില്ലാത്ത ഒരുത്തൻ്റെ കൂടെയല്ലല്ലോ അവൾ പോയത്. നമ്മളെപ്പോലെയോ നമ്മളെക്കാളുമോ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കൂടെയാ. ജാതി മതം മാറി നല്ലേയുള്ളൂ. എന്നാൽ നീയും അവിടെ കൂടെ ഇറങ്ങിക്കൂടാ നാരേ. സാബു നീട്ടിത്തുപ്പി. വല്ല നായർപ്പെണ്ണിനെ കിട്ടുമെന്ന് നീയൊന്ന് ഒത്തിരക്ക്. എനിക്ക് നായർപ്പെണ്ണിന് വേണ്ടിയിട്ട് പറഞ്ഞതല്ല. ഏതായാലും അവൾ ചെയ്യാനുള്ളത് ചെയ്തു. നമ്മുടെ പെങ്ങളല്ലേ, ഒത്തുപോകാൻ നോക്കുന്നതാ ഭംഗി. നീ വേണമെങ്കിൽ ഒരു നമ്പൂരിച്ചയെ കൊണ്ടുവന്നോടാ. ഞാൻ ഒത്തുപോകാം. പക്ഷേ കുടുംബത്തിനൊരു പെണ്ണിറങ്ങി അന്യജാതിക്കാരൻ്റെ കൂടെ പോയാൽ ഒത്തുപോകാൻ പറ്റൂല. പോരെങ്കിൽ അവൾ ചെയ്ത കടുങ്കൈ കാരണമാണ് എൻ്റെ അപ്പൻ ചത്തത്. എൻ്റെ അപ്പൻ എന്നെ ഞാൻ പറയൂ. നിങ്ങൾക്കാർക്കും നഷ്ടമില്ലല്ലോ. അപ്പോഴേക്കും ആരൊക്കെയോ ചേർന്ന് ഷേർലിയെ മമ്മിയുടെ അരികിലെത്തിച്ചു. മമ്മി, എന്നോട് ക്ഷമിക്കണേ. ഷേർലി വന്ന് ഗ്രേസമ്മയുടെ കാൽക്കൽ വീണു. ഞാൻ തെറ്റ് ചെയ്തു പോയി മമ്മി. എനിക്കങ്ങനെ വേണ്ടി വന്നു. മനഃപൂർവ്വമല്ല.
നീ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും എനിക്ക് നിന്നെ കാണണ്ട, ഷേർലിയെ നോക്കാതെ ഗ്രേസമ്മ വിളിച്ചു പറഞ്ഞു. അപ്പനെ കൊന്ന മോളെ എനിക്ക് കാണണ്ട. കിഴക്കുംപുറത്തെ വർക്കിച്ചേട്ടൻ ആ വാർത്ത വന്ന് പറഞ്ഞതും നെഞ്ചിൽ കയ്യും പിടിച്ച് ഒറ്റയിരുപ്പിരുന്നതാ. ഇത്തിരി കഴിഞ്ഞതും പുറകോട്ട് മലയ്ക്കുമായിരുന്നു. അന്നേരെ പ്രാണം പോയി. നീ എൻ്റെ മകളല്ല, ഒരിക്കലും നീ ഗുണം പിടിക്കൂല. പൊന്നുമോളെ, നിലത്ത് വച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വച്ചാൽ പേനരിക്കും എന്ന് കരുതി വളർത്തിയ അപ്പനെയാണല്ലോടി പിശാചേ നീ കൊലയ്ക്ക് കൊടുത്തത്. ഒറ്റ പെണ്ണ് അപ്പൻ്റെ കാലിനായല്ലോടി. ഗ്രേസമ്മ നെഞ്ചിൽ ആഞ്ഞാഞ്ഞിടിച്ചു. എനിക്കിനി ആരുണ്ടോ? എനിക്കും കൂടി ചത്താൽ മതിയേ. അതോടെ പെണ്ണുങ്ങൾ ഷേർലിയെ പിടിച്ച് ഗ്രേസമ്മയുടെ അരികിൽ നിന്നും മാറ്റി. എനിക്ക് എൻ്റെ പപ്പായെ ഒന്ന് കാണണം, എൻ്റെ പപ്പായെ എനിക്കൊന്ന് കാണണം. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്ന് കാണിച്ചതായോ പപ്പ? ഷെറിമോളോട് പൊറുക്കണേ പപ്പ, ഞാൻ മനസ്സറിഞ്ഞ് ചെയ്തതല്ല പപ്പ. കൊച്ചുകുട്ടികളെ പോലെ ഷേർലി കരഞ്ഞു. പെണ്ണുങ്ങൾ അവളെ അപ്പൻ്റെ ശവം കിടത്തിയിരിക്കുന്നിടത്തേക്ക് മെല്ലെ നടത്തി. പെട്ടെന്ന് സാബുവും സുനിലും പാഞ്ഞു വന്ന് അവളെ പിടിച്ചു. കഴിവരുടെ മോളെ, ആ ഭാഗത്തേക്ക് പോയി പോകരുത്. നിന്റെ പപ്പയല്ല അത്, ഞങ്ങളുടെ പപ്പായ. ഇനി നിനക്ക് ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ല. ഈ വഴി കൂടി പോലും നീ വരാൻ പാടില്ല. ഞങ്ങളുടെ കൺവട്ടത്ത് നിന്നെ കാണാനും പാടില്ല. സാബു അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളി പലവട്ടം. ഒരു തവണ ഷേർലി നിലത്ത് വീണു. സുനിൽ അവളുടെ പുറത്തൊരു ചവിട്ട് കൊടുത്തു. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് രവീന്ദ്രൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും സാബു അവളെ അടിക്കാൻ കയ്യോങ്ങി. എന്നാൽ റോണി ആ കയ്യിൽ പിടിച്ചു തടഞ്ഞു. നാളെ ഈ ശത്രുത തീർന്നാൽ അന്ന് പരസ്പരം മുഖത്ത് നോക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാവൂ, റോണി പറഞ്ഞു. ശത്രുത തീരുന്നത് നിനക്കാ, ഞങ്ങൾക്ക് ഈ ശത്രുത ഒരു കാലത്തും തീരൂല, സാബു അറിയിച്ചു. ഇനിയെങ്കിലും വാ, രവി ഷേർലിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. എല്ലാവരും ചേർന്ന് ഇവിടെയിട്ട് തല്ലിക്കൊല്ലുന്നതിന് മുമ്പ്. എന്നെ കൊന്നോട്ടെ, എനിക്കിനി ജീവിക്കേണ്ട, ഷേർലി പുലമ്പി. രവി പക്ഷെ അവളെ പിടിച്ച് ബലമായി കാറിൽ കയറ്റി. ഇനി മേലാൽ ഇവളെ ഇങ്ങോട്ട് അയക്കരുത്, അവൾക്ക് ഇവിടെ ആരുമില്ല, സാബു പറഞ്ഞു. നിനക്ക് വേണ്ടതായാൽ കൊന്നുകളഞ്ഞേക്കണം, ഞങ്ങൾ ചോദിക്കാൻ വരൂല. പക്ഷേ രണ്ടിടവും ഇല്ലാതെ അവൾ തെരുവിലാകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലും, തീർച്ച. രവി ആ 3 സഹോദരന്മാരെയും പുച്ഛത്തിലൊന്ന് നോക്കിയിട്ട് കാറിൻ്റെ വാതിൽ വലിച്ചടച്ചു. കാർ നീങ്ങി. ഷേർലിയുടെ കരച്ചിൽ ഉച്ചത്തിലായി. രവി അവളെ പിടിച്ച് സ്വന്തം മടിയിലേക്ക് കിടത്തി മുടിയിൽ തഴുകിക്കൊടുത്തു. സമാധാനിക്കും മോളെ, പപ്പയ്ക്ക് ഇത്രയുമേ ജീവിതമുള്ളൂ, ഒന്നും നിന്റെ തെറ്റല്ല. പക്ഷേ എനിക്ക് സമാധാനിക്കാൻ ഒരു കാലത്തും കഴിയില്ല രവി. ഞാൻ കാരണമാണല്ലോ ഹൃദയം പൊട്ടി എൻ്റെ പപ്പ മരിച്ചത്. അല്ല, ഇക്കാര്യത്തിൽ ഷേർലി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയാം. മനഃപൂർവ്വം എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആളാണ് ഷേർലി. ഞാൻ തെറ്റ് ചെയ്തു, നിന്റെ ആങ്ങളമാർ തെറ്റ് ചെയ്തു. പക്ഷേ നീ തീർത്തും നിരപരാധിയാ, അത് ദൈവത്തിനറിയാം. ദൈവം എനിക്ക് മാപ്പ് തരുമോ? എന്താ സംശയം? ദൈവം അറിയാതെ ഒരു ഇല പോലും കൊഴിയുന്നില്ലെന്നല്ലേ? ഈ രംഗം ദൈവം എഴുതി വെച്ചതാണ്, നമ്മളത് അഭിനയിക്കേണ്ടി വന്നുവെന്ന് മാത്രം. ഷേർലി പിന്നെ ശബ്ദിച്ചില്ല. കാർ ടൗണിലെത്തിയപ്പോൾ രവി ഷേർലിയോട് ചോദിച്ചു, ഇന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണമോ, അതോ ഇന്ന് ഇവിടെയെങ്ങാൻ താമസിച്ചിട്ട് നാളെ? രവി അവളുടെ മുഖത്തേക്ക് നോക്കി. ഷേർലിയുടെ ഇപ്പോഴത്തെ അവസ്ഥയോർത്താണ് ഞാൻ ചോദിക്കുന്നത്. ഷേർലി കാറിൽ എഴുന്നേറ്റിരുന്നു. സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചു. എനിക്ക് ഇന്ന് തന്നെ രവിയുടെ വീട്ടിലെത്തണം. മറ്റെവിടെയായിരുന്നാലും എനിക്ക് ഈ ദുഃഖം താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോകാം, രവി സമ്മതിച്ചു. പക്ഷേ അതിനു മുമ്പ് നമ്മൾ ചെല്ലുന്ന കാര്യം എനിക്ക് വീട്ടിൽ അറിയിക്കണം. നമ്മുടെ ബന്ധമോ നമ്മൾ വിവാഹിതരായതോ ഒന്നും അവിടെ അറിയില്ല. പെട്ടെന്ന് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ആകെ അമ്പരപ്പാകും. ശരി, അറിയിച്ചിട്ട് പോയാൽ മതി, ഷേർലി തലകുലുക്കി. കാർ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിന് മുന്നിൽ നിർത്തി. രവീന്ദ്രൻ പോയി ഫോൺ ചെയ്തിട്ട് വന്നു. അയാളുടെ കയ്യിൽ ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു. അത് ഷേർലിയുടെ മടിയിൽ വെച്ചിട്ട് രവി അറിയിച്ചു. നമ്മുടെ 2 മതങ്ങളുടെയും ആചാരപ്രകാരമല്ല നമ്മൾ വിവാഹിതരായത്. അതുകൊണ്ട് നമ്മൾക്ക് യാതൊരു ചടങ്ങുകളും അനുഷ്ഠിക്കാനില്ല. എന്നാലും ഈ പാക്കറ്റ് ഷേർലി എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുക്കണം. നേന്ത്രക്കായ് വറുത്തതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുകയല്ലേ. ശരി, ഷേർലിയുടെ കണ്ണ് നിറഞ്ഞു. തൻ്റെ മമ്മിയും പപ്പയും കൂടപ്പിറപ്പുകളും എല്ലാം തന്നെ ഉപേക്ഷിച്ചല്ലോ എന്നാണ് അവൾ ഓർത്തത്. എൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ഷേർലിക്ക് അറിയില്ലല്ലോ, ഇല്ലേ? രവി ഷേർലിയെ നോക്കി. അമ്മയുണ്ടെന്ന് മനസ്സിലായി, ഷേർലി പറഞ്ഞു. അതെ, അമ്മയുണ്ട്, രവി പുഞ്ചിരിച്ചു. അച്ഛനില്ല, ചേട്ടന്മാരുണ്ട്, അവർ പലയിടത്താണ്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ സഹായത്തിന് ഒരു പരിചാരകയെ വെച്ചിട്ടുണ്ട്, ഭാർഗവി അമ്മ. അമ്മയേക്കാൾ അല്പം പ്രായക്കുറവുണ്ട്, നന്നായി ചോറും കറികളും ഉണ്ടാക്കും. ഷേർലിക്ക് അവിടെ കഷ്ടപ്പെടേണ്ടി വരില്ല. കഷ്ടപ്പെടുന്നതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. സ്നേഹവും നന്മയും നീതിയും ലഭിച്ചാൽ മതി. അമ്മയുടെ ഉള്ളിൽ വെറുപ്പുണ്ടായിരിക്കാം, പഴയ തലമുറയല്ലേ. പക്ഷേ ഷേർലിയുടെ വീട്ടുകാരെ പോലെ പുറമെ പ്രകടിപ്പിക്കില്ല. ആ താരതമ്യം ചെയ്യൽ ഷേർലിക്ക് ഇഷ്ടമായില്ല. എങ്കിലും അവൾ ശബ്ദിച്ചില്ല. പടിപ്പുരയുള്ള വീടാ, പഴയ തരം മേൽക്കൂര മേഞ്ഞത്. ഷേർലിക്ക് ഇഷ്ടപ്പെടുമോ ആവോ, രവി ചോദിച്ചു. ഇഷ്ടപ്പെട്ടില്ലേലും അതൊരു പ്രശ്നമാക്കി എടുക്കില്ല, പോരെ? രവി ചിരിച്ചു. വീട്ടിൽ ചെന്നിട്ട് ഷേർലി വിശ്രമിച്ചോണ്ടാൽ മതി. ആഹാരം വേണേൽ കഴിക്കാം, വിശപ്പുണ്ടെങ്കിൽ
ഇല്ലെങ്കിൽ വേണ്ട. ഇന്ന് ഷേർലിയെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല. വിവരമെല്ലാം അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷേർലി നിശബ്ദമിരുന്നു. കാർ ഗ്രാമത്തിലെത്തിയിരുന്നു. ഒടുവിൽ ഒരു വലിയ പടിപ്പുരയുടെ മുന്നിൽ അത് നിന്നു. രവിയുടെ പുറകെ ഷേർലിയും ഇറങ്ങി. പടിപ്പുരയ്ക്ക് അപ്പുറം വലിയൊരു വീട്. മുറ്റത്ത് നിന്ന് കത്തിച്ച നിലവിളക്കുമായി ഐശ്വര്യവതിയായ ഒരു മധ്യവയസ്ക തിടുക്കത്തിൽ നടന്നു വന്നു. അമ്മയാവണം. ഒപ്പം കിണ്ടിയുമായി മറ്റൊരു സ്ത്രീ. പടിപ്പുര കടക്കാൻ തുടങ്ങിയ രവിയോടും ഷേർലിയോടും അമ്മ കൽപ്പിച്ചു, നിൽക്ക്. പിന്നെ കൂടെയുള്ള സ്ത്രീയോട് പറഞ്ഞു, കാല് കഴുകിക്ക് ഭാർഗവി. ഭാർഗവി കിണ്ടിയിലിരുന്ന വെള്ളം അവരുടെ പാദങ്ങളിൽ വീഴ്ത്തി. അപ്പോൾ അമ്മ ഷേർലിയുടെ നെറ്റിയിൽ സിന്ദൂരവും അണിയിച്ചു. എന്നിട്ട് നിലവിളക്ക് കയ്യിൽ കൊടുത്തു. വലതുകാൽ വച്ചു കയറി വാ മകളെ. ഷേർലി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു രംഗം സങ്കല്പിച്ചിരുന്നില്ല. കത്തിച്ച നിലവിളക്കുമായി വധുവായി ഒരു ഹിന്ദു ഗൃഹത്തിലേക്ക് കയറി ചെല്ലേണ്ടി വരിക. അവൾക്ക് തീർത്തും അപരിചിതമായ ചടങ്ങുകൾ. അവ അനുഷ്ഠിക്കേണ്ടി വന്നതോ സ്വന്തം പപ്പ മരിച്ചു കിടക്കുമ്പോൾ. അവൾക്ക് സഹിക്കുന്നില്ലായിരുന്നു. ഒന്ന് പൊട്ടിക്കരയാൻ നെഞ്ചു വെമ്പുന്നു. പക്ഷേ കരയാൻ വയ്യ. ഭർതൃഗൃഹത്തിലേക്ക് താൻ വരവേൽക്കപ്പെടുകയാണ്. മന്ദഹസിച്ചുകൊണ്ട് വേണം കയറി ചെല്ലാൻ. വയ്യ. പുഞ്ചിരിക്കാൻ ശ്രമിച്ചാൽ കരച്ചിൽ പൊട്ടി താഴെ വീഴും. താലോചിച്ച് വളർത്തിയ പപ്പായുടെ ശവം പള്ളിയിലേക്ക് എടുത്തിട്ടുണ്ടാവും. അതോ ശവമടക്ക് കഴിഞ്ഞിരിക്കുമോ? പപ്പ പപ്പ എന്നാണ് അവളുടെ ഹൃദയം മിടിച്ചുകൊണ്ടിരുന്നത്. രവീന്ദ്രൻ്റെ അമ്മയായ ശ്രീദേവി അമ്മ ഷേർലിയെ കൈപ്പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വീട്ടിലെ അറപ്പുരയിൽ കയറ്റി. നിലവിളക്ക് ഇവിടെ വെച്ചോളൂ, അമ്മ ഷേർലിയോട് പറഞ്ഞു. ഇവൻ്റെ മൂത്തവരായ ശശിയുടെയും മഹേന്ദ്രൻ്റെയും ഭാര്യമാരെ സ്വീകരിച്ച ചടങ്ങുകളൊക്കെ മറന്നു. അന്ന് പറഞ്ഞു തരാൻ വീട് നിറയെ ആൾക്കാരുണ്ടായിരുന്നെന്ന് വച്ചോ. മോൾക്ക് ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ തോന്നുന്നുണ്ടാവും. ഇല്ല എന്നർത്ഥത്തിൽ ഷേർലി മുഖം ചലിപ്പിച്ചു. ക്രിസ്ത്യാനികളുടെ കെട്ടിക്കയറ്റം എന്ന ചടങ്ങുമായി മൗലികമായി അത്ര വ്യത്യാസമൊന്നുമില്ല ഈ സ്വീകരണത്തിന്. അതിലുപരി അമ്മയുടെ പെരുമാറ്റം ഒറ്റക്കാഴ്ചയിലെ അവളെ ആകർഷിച്ചു. ഏതു വധുവും മോഹിക്കുന്ന ഭർത്തൃമാതാവിൻ്റെ മുഖമാണ് ഈ അമ്മയ്ക്ക്. എന്നാലും ഇന്നത്തെ ദിവസം അതേക്കുറിച്ച് ഓർക്കാൻ വയ്യ. വല്ല വയക്കുമരുന്നുകളും കുത്തിവെച്ച് ഈ ദിവസത്തേക്ക് തന്നെ മയക്കിയിട്ടിരുന്നെങ്കിലെന്ന് അവൾ കൊതിച്ചു. ഫോൺ ചെയ്ത് ഒന്ന് ക്ഷണിച്ചാൽ മതി. ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവിടെ പാഞ്ഞെത്തും, മന്ദഹാസത്തോടെ അമ്മ പറഞ്ഞു. വീട് നിറയെ ആളാകും. പക്ഷേ മോളുടെ സാഹചര്യം അതല്ലല്ലോ. ചടങ്ങു മാത്രം മതി. മോള് പോയി കിടന്നോളൂ. ശ്രീദേവി അമ്മ അവളുടെ കൈ പിടിച്ച് നടന്നു. പഴയതരം വീടാണെങ്കിലും എല്ലാ മോഡേൺ സൗകര്യങ്ങളും അവിടെയുണ്ടെന്ന് ഷേർലിക്ക് മനസ്സിലായി. രവീന്ദ്രൻ്റെ മുറിയിലേക്കാണ് അമ്മ അവളെ കൊണ്ടുപോയത്. രവി മുറിയിലുണ്ടായിരുന്നു. മോനെ, ഇന്നവൾ വിശ്രമിച്ചോട്ടെ. പാലും പഴവും തരിക എന്നൊരു ചടങ്ങുണ്ട്. ഒക്കെ നാളെയാവട്ടെ. മോൾക്ക് എന്താ വേണ്ടേ? വല്ലതും കുടിക്കണോ? വിശപ്പുണ്ടോ? നിന്റെ സാഹചര്യം അറിയാതെയല്ല അമ്മ ചോദിക്കുന്നത്. രവീന്ദ്രനെയും ഷേർലിയെയും മാറി മാറി നോക്കി അമ്മ ചോദിച്ചു. എനിക്കൊന്ന് കിടന്നാൽ മതി, തളർച്ചയോടെ ഷേർലി പറഞ്ഞു. ആയിക്കോട്ടെ, അമ്മ തലയാട്ടി. എന്താ വേണ്ടതെന്ന് വെച്ചാൽ രവിയോട് പറഞ്ഞാൽ മതി. ഷേർലിയെ പിടിച്ച് അമ്മ കിടക്കയിലിരുത്തി മുടിയിൽ മെല്ലെ തഴുകിക്കൊടുത്തു. എല്ലാം വിധിയാ കുട്ടി. ഒന്നും നമ്മുടെ തെറ്റല്ല. എന്തൊക്കെ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കണം. എല്ലാം രവി എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു. നിനക്ക് ഞങ്ങളുണ്ട്. ആ നിമിഷം ഉറക്കെ പൊട്ടിക്കരഞ്ഞു ഷേർലി. നിനക്ക് ഞങ്ങളുണ്ടെന്ന് അമ്മ പറഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് ഷേർലി പൊട്ടിക്കരഞ്ഞതെന്നായിരുന്നു അമ്മയുടെയും രവിയുടെയും വിചാരം. എന്നാൽ ഷേർലി ഓർത്തത് സ്വന്തം കുടുംബത്തെയാണ്. തനിക്ക് മറ്റാരൊക്കെ ഉണ്ടായാലും തൻ്റെ വീടും വീട്ടുകാരും ഇല്ലാതായില്ലേ? വീടിൻ്റെ വാതിൽ തൻ്റെ മുന്നിൽ അടഞ്ഞില്ലേ? ഇതുവരെയുള്ള ഒരു കാലഘട്ടമാണ് പെട്ടെന്ന് അവസാനിച്ചത്. മോള് കിടന്നോ? പറ്റിയാൽ ഉറങ്ങിക്കോ, അമ്മ പറഞ്ഞു. ഞാൻ താഴേക്ക് ചെല്ലട്ടെ. ശ്രീദേവി അമ്മ പുറത്ത് കിടന്നതും ഷേർലി കിടക്കയിലേക്ക് കമിഴ്ന്നു വീണു. സെററ്റീവ് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, അവൾ പറഞ്ഞു. സ്വാഭാവികമായി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഒന്നും ഉറങ്ങാതെയും പറ്റില്ല. വല്ലതും കുത്തിവെച്ച് എന്നെ ഒന്ന് കൊന്നിരുന്നെങ്കിൽ രവി. എനിക്ക് അങ്ങനെ പോലും തോന്നുന്നു. രവീന്ദ്രൻ ഞെട്ടലോടെ അവളെ നോക്കി. പിന്നെ അവളുടെ അരികിലിരുന്നു. മെല്ലെ ചുമലിൽ തൊട്ടു. ഡോക്ടറെ വിളിക്കണോ? വേണ്ട, വല്ല മരുന്നും തന്നാൽ മതി. അങ്ങനെ ചെയ്യാൻ പാടില്ല മോളെ. അത്യാവശ്യ സന്ദർഭങ്ങളിലേ പാടുള്ളൂ. വിത്ത് ഡോക്ടേഴ്സ് അഡ്വൈസ്. എന്നാലും എൻ്റെ പപ്പ പോയില്ല രവി. ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് എൻ്റെ പപ്പായയാ. പകരം നിൻ്റെ പപ്പായ ആവാം ഞാൻ. ഒരു പപ്പായുടെ സ്നേഹം കൂടി തരാം. മതിയോ? അല്ലെങ്കിൽ കുറ്റബോധം താങ്ങാനാവാതെ വല്ലതും കുത്തിവെച്ച് മരിക്കുന്ന നിൻ്റെ ഒപ്പം ഞാനും ചേരാം. ആദ്യം ഞാൻ മരിക്കാം. ഞാനല്ലേ നിന്നെ ഈ അവസ്ഥയിലെത്തിച്ചത്. രവി. വീണ്ടും ഷേർലി പൊട്ടിക്കരഞ്ഞു. ഒപ്പം തൻ്റെ ശിരസ് രവിയുടെ മടിയിലേക്ക് വെച്ചു. രവിക്ക് അത് ഇഷ്ടമായി. അവൻ അവളെ മൃദുവായി തഴുകി. മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ രവി അറിയാതെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേനെ. പക്ഷേ രവി നിരപരാധിയാണെന്ന് ഓർക്കുമ്പോൾ എനിക്കത് വയ്യ. ഞാൻ മരിച്ചാൽ രവിയെ അത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കാനും ആഗ്രഹിക്കുന്നു. ഈ കരുതൽ ഞാൻ മറക്കില്ല ഷേർലി. തീരെ ഇഷ്ടമില്ലാതിരുന്നിട്ടും എൻ്റെ ഒപ്പം ജീവിക്കാൻ താൻ തയ്യാറായില്ലേ? ഷേർലി മുഖമുയർത്തി രവീന്ദ്രനെ നോക്കി. തീരെ ഇഷ്ടമില്ലാതിരുന്നിട്ടോ? രവിക്കറിയില്ല ഞാൻ എന്തുമാത്രം ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന്. എന്നിട്ടും ബലമായി ഞാൻ ഒഴിഞ്ഞു മാറിയത് ഇത്തരം ചില രംഗങ്ങളെ ഭയന്നുകൊണ്ട് തന്നെയാ. രവിയുടെ ഹൃദയം നിറഞ്ഞു.
അവൻ ഷേർലിയെ തലോടിക്കൊണ്ടിരുന്നു. എങ്കിലും ഷേർലിയുടെ സങ്കടം അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളെപ്പോലെ തന്നെ അവനും വേദനയുണ്ടായിരുന്നു. ഷേർലിയുടെ പപ്പായെ തിരിച്ചു കൊടുക്കാനാവില്ലല്ലോ എന്നതായിരുന്നു അവൻ്റെ വ്യഥ. ഈ മുറിപ്പാട് ഒരിക്കലും ഉണങ്ങാതെ അവളിൽ അവശേഷിക്കും. അതിൻ്റെ കാരണക്കാരൻ താനായിരിക്കുകയും ചെയ്യും. ഒഴിഞ്ഞു മാറിപ്പോയതാണ് അവൾ. കഠിനമായ നിരാശയോടെ ആണെങ്കിലും അവളെ അവളുടെ പാട്ടിന് വിട്ടാലോ എന്ന് താനും ഓർത്തതാണ്. ഒരു വിട പറയൽ പോലും കഴിഞ്ഞിരുന്നു. ഒടുവിൽ വിധിയാണ് ഈ കളി കളിച്ചത്. തങ്ങളുടെ വിധി ഒരുമിച്ച് ചേർത്തു. പക്ഷേ ഒരിക്കലും മനസ്സ് തുറന്ന് സന്തോഷിക്കാനാവാത്ത വിധം സംഭവിച്ച ദുരന്തമാണ് ഷേർലിയുടെ പപ്പായുടേത്. ഉറങ്ങിക്കോളൂ, ഉറങ്ങാനാവുമെങ്കിൽ, രവി പറഞ്ഞു. ഒരു താരാട്ട് പോലെയായിരുന്നു അവൻ്റെ സ്വരം. അല്ലെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിക്കാം. വേണ്ട, ഷേർലി കിതച്ചു. ഉറങ്ങും മുമ്പ് മോൾക്ക് കുടിക്കാൻ എന്തേലും? ഒന്നും വേണ്ട, എങ്കിലും ഉറങ്ങിക്കോളൂ. അവളുടെ ചുമലിൽ രവി മൃദുവായി താളം പിടിച്ചു. ഷേർലിയുടെ ഓർമ്മയിൽ തൻ്റെ വീടായിരുന്നു. ശവമടക്കും തുടർന്നുള്ള ചടങ്ങുകളും കഴിഞ്ഞ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും മടങ്ങി. വീട്ടിൽ അമ്മയും 3 ആൺമക്കളും മാത്രം. അവർ വട്ടം കൂടിയിരുന്നു. പപ്പായുടെ നഷ്ടം കൊണ്ട് വീടിൻ്റെ നെടുംതൂൺ പോയിരിക്കുന്നു. മക്കൾ സ്വന്തം നിലയിലെത്തിയെങ്കിലും പപ്പായുടെ അഭാവം അവരെ വല്ലാതെ ബാധിച്ചു. തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുവാനും തീരുമാനമെടുക്കുവാനും പപ്പ ഇല്ലാതെ പറ്റില്ല. പപ്പായുടെ ചുമതലയിൽ തൻ്റെ കല്യാണം ഇനി നടക്കില്ലല്ലോ എന്ന് സാബു വ്യസനിച്ചു. പപ്പായുടെ മോഹമായിരുന്നു അത്. അതുപോലെ ഷേർലിയുടെ കല്യാണവും. പപ്പായോടൊപ്പം തങ്ങളുടെ ഓമനയായ ഒരേയൊരു പെങ്ങളെയും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏത് തരക്കാരനാണോ എന്തോ. അവളുടെ ജീവിതം എങ്ങനെയാവുമോ? കട്ടിലിൽ കിടന്നിരുന്ന ഗ്രേസമ്മ ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. എത്രയൊക്കെയായാലും പെറ്റത്തള്ളയ്ക്ക് ഉപേക്ഷിക്കാനാവുമോ? ഉപേക്ഷിച്ചത് തന്നെ, സാബു പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവൾ മരിച്ചുപോയി. അവൻ്റെ കണ്ടം ഇടറി. അങ്ങനെ പറയാനിപ്പോൾ കഴിയും, റോണി തർക്കിച്ചു. ഇപ്പോഴത്തെ ദേഷ്യം തീരും വരെ. പക്ഷേ അവൾ നമ്മുടെ ഒരേയൊരു പെങ്ങളാണ്. അങ്ങനെ നമുക്ക് അവളെ എഴുതി തള്ളാൻ കഴിയില്ല ചായ. സാബു അതിന് മറുപടി പറഞ്ഞില്ല. സുനിലും ശബ്ദിച്ചില്ല. റോണിമോൻ പറയുന്നത് തന്നെ എനിക്കും പറയാനുള്ളത്, മൂക്ക് പിഴിഞ്ഞുകൊണ്ട് ഗ്രേസമ്മ അറിയിച്ചു. ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുമോ അവള്? അപ്പനെ കൊലയ്ക്ക് കൊടുക്കും വിധം അവളൊരു തെറ്റും ചെയ്തു. എന്നാലും ഇത്രയും കാലം എത്ര അച്ചടക്കമായ അവൾ ജീവിച്ചത്. ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. കുടുംബത്തിലെ സകല പണിയും ചെയ്യും. ഈ നാട്ടിൽ അവളെപ്പോലൊരു പെണ്ണില്ലായിരുന്നെന്നാ എല്ലാവരും പറയുന്നത്. ഷേർലി ഇത് ചെയ്തെന്ന് വിശ്വസിക്കാൻ പറ്റാത്തവരാ സകലരും. നേരിട്ട് കണ്ടപ്പം സകലർക്കും ബോധ്യമായല്ലോ, സാബു പറഞ്ഞു. ഇത്രയും കാലം എത്ര നല്ല പിള്ളയായിരുന്നാലും ഒടുവിൽ ചെയ്തതോ? ഒരു നായർ ചെറുക്കൻ്റെ ഒപ്പം പോയെന്നുള്ളത് പോട്ടെ, അപ്പനെ കൊല്ലിച്ചില്ലേ? അപ്പനെ കൊല്ലിച്ചു എന്ന് പറയാതെ സാബുച്ചായ, റോണി പറഞ്ഞു. നമ്മൾ ആൺമക്കളെ മൂവരും സമാധാനമായി പപ്പയോടൊപ്പം നിന്നിരുന്നേലേ പപ്പയ്ക്ക് ഇത് അത്ര വലിയൊരു പ്രശ്നമാകത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്നുവെച്ചാൽ? സാബു അനിയനെ തുറച്ചു നോക്കി. എന്നുവെച്ചാൽ സാബു ചായയും വെട്ടുകത്തിയും എടുത്ത് പായുകയല്ലായിരുന്നോ? രണ്ടിനെ തട്ടുമെന്നും പറഞ്ഞ് സാബു ചായനെ സമാധാനിപ്പിക്കാൻ നോക്കേണ്ടതിന് പകരം ഇവൻ സുനിലാണെങ്കിൽ പക കയറ്റാനും. റോണി ചേട്ടനെയും അനിയനെയും മാറി മാറി നോക്കി. അപ്പൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചു പോയെങ്കിൽ അതിശയിക്കാനൊന്നുമില്ല. അപ്പോൾ തെറ്റ് ഞങ്ങളുടെ പക്ഷത്താണോ? സുനിൽ ചോദിച്ചു. ഷേർലിയെ മാത്രമായി കുറ്റപ്പെടുത്തേണ്ടെന്നാണ് പറഞ്ഞത്. സാബു ചായയും ഗുണ്ടകളെ വിട്ട് അയാളെ തല്ലിച്ചില്ലേ? അത് ശരിയാണോ? ഷേർലി ആ പക്ഷമാണെങ്കിൽ നമ്മൾ തല്ലിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം? അവൾക്കും വാശിയാവില്ലേ? സത്യത്തിൽ രവീന്ദ്രൻ നായരെ തല്ലിച്ചതിൻ്റെ പേരില്ല പെട്ടെന്നിപ്പോൾ ഇത് നടന്നത്, റോണി പറഞ്ഞു. സാബുവോ സുനിലോ മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആൾക്കാർക്കിടയിൽ മിശ്രവിവാഹം അത്ര പുതുമയൊന്നുമല്ലല്ലോ, റോണി തുടർന്നു. 2 വീട്ടുകാരും സമ്മതിച്ചും സഹകരിച്ചും നടത്തിയ ചില മിശ്രവിവാഹങ്ങളിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. മോശം ആൾക്കാരൊന്നുമല്ല, വലിയ കുടുംബക്കാർ. പപ്പായോട് അതൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിച്ചിരുന്നാൽ പപ്പ മരിക്കത്തില്ലായിരുന്നു. അതെങ്ങനെയും ആവട്ടെ, ഒന്നും അവൾ സ്വന്തം മനസ്സാലെ ചെയ്തതാവൂല മോനെ, ഗ്രേസമ്മ പറഞ്ഞു. പുറകെ നടന്ന് പറഞ്ഞു മയക്കിയെടുത്തതാ. അത്ര മണ്ടിയൊന്നുമല്ല അവൾ, റോണി പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ രവീന്ദ്രൻ നായരിൽ വിശ്വാസം തോന്നുന്നു. ഏതായാലും നടക്കാനുള്ളതൊക്കെ നടന്നില്ലേ? ആ നിലയ്ക്ക് എവിടെയായാലും അവൾ സമാധാനമായി ജീവിക്കട്ടെ, ഗ്രേസമ്മ പറഞ്ഞു. അപ്പോഴും സാബുവോ സുനിലോ മിണ്ടിയില്ല. രവീന്ദ്രൻ്റെ വീട്ടിലെ കിടക്കറയിൽ ഷേർലി മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങുമ്പോഴാണ് വാതിൽക്കൽ മുട്ട്. രവി എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. വല്ലതും കഴിക്കണ്ട മോനെ എന്ന ചോദ്യവുമായി വാതിൽക്കൽ ശ്രീദേവി അമ്മ. പോരെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ചയാ, അത്താഴ പട്ടിണി കിടക്കാൻ പാടില്ല. അത് കുടുംബത്തിന് ദോഷമാ. അവളെയും വിളിക്കേ. ഷേർലി ഉറങ്ങിയല്ല അമ്മേ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ കിടന്നത് എന്ന് പറഞ്ഞാൽ പറ്റില്ല രവി. പെണ്ണുങ്ങളാ വെള്ളിയും ചൊവ്വയുമായി അത്താഴ പട്ടിണി കിടന്നുകൂടാത്തത്, അതും കുടുംബത്തിൽ വന്നു കയറിയ ദിവസം. രവി ഷേർലിയെ തട്ടി ഉണർത്തി. എനിക്കിന്ന് ഒന്നും കഴിക്കാൻ വയ്യ അമ്മേ, ഷേർലി പറഞ്ഞു. അങ്ങനെ പറയല്ലേ മോളെ, ശ്രീദേവി അമ്മ അവളുടെ കൈ പിടിച്ചു. ഒരു ഉരുള കഴിച്ചാൽ മതി പേരിന്. ഒടുവിൽ ഷേർലിക്ക് വഴങ്ങേണ്ടി വന്നു. പ്രാണസങ്കടത്തോടെ ഷേർലി ഒരു പിടിച്ചോറ് വാരി ഉയർത്തി. ലോകത്തില്ലാത്ത സ്നേഹമാണ് ഭർത്തു കുടുംബത്തിൽ നിന്നും ഷേർലിക്ക് ലഭിച്ചത്. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു എന്നതാണ് സത്യം. എങ്കിലും ഊൺമുറിയിൽ നിന്ന് തിരികെ കിടക്കറയിലെത്തിയപ്പോൾ അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു.
എന്തു പറ്റി ഷേർലി? രവീന്ദ്രൻ ചോദിച്ചു. ഒന്നുമില്ല. അവൾ കിടക്കയിൽ കമിഴ്ന്നു വീണു. മുഖം തലയിണയിൽ പൂഴ്ത്തി. രവിക്കൊന്നും മനസ്സിലായില്ല. ഷേർലിയെ നോവിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായോ? അമ്മയിൽ നിന്ന് ഒരിക്കലും അത്തരം പ്രവൃത്തികളൊന്നും ഉണ്ടാവില്ല. അല്പം യാഥാസ്ഥിതികയാണെങ്കിലും മറ്റ് ഏതൊരമ്മയേക്കാളും സ്നേഹസമ്പന്നയാണ് അമ്മ. ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കണ്ട. തൻ്റെ സുഹൃത്തുക്കൾ വീട്ടിലെത്തിയാൽ തന്നേക്കാൾ കാര്യമായി അമ്മ എൻ്റർടൈൻ ചെയ്യും. ഒരിക്കൽ പരിചയപ്പെട്ടവർ അമ്മയെ മറക്കില്ല. അല്പം വാചകമടി കൂടുതലുണ്ടെങ്കിലും വേലക്കാരി ഭാർഗവി അമ്മയും സാധുവാണ്. പിന്നെന്താണ് ഷേർലിക്ക് പറ്റിയത്? ഷേർലിയാണെങ്കിലും ശാന്തപ്രകൃതിയാണ്. ആരുമായും ഉടക്കുണ്ടാക്കുവാൻ സാധ്യതയില്ല. ഷേർലി, രവി അയാളെ കുലുക്കി വിളിച്ചു. എന്തു പറ്റി? എന്തായാലും പറയൂ, ഞാനല്ലേ ചോദിക്കുന്നത്. ഷേർലി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. സാരി തുമ്പുകൊണ്ട് കണ്ണുനീർ തുടച്ചു. ഒന്നുമില്ല രവി, അവൾ ആവർത്തിച്ചു. നേരിയൊരു തലവേദന. നോ, തലവേദന വന്നാൽ ഷേർലി കരയില്ല, രവീന്ദ്രൻ തർക്കിച്ചു. ഷേർലി ഒരു നിമിഷം രവിയെ തന്നെ നോക്കിയിരുന്നിട്ട് ചോദിച്ചു. എൻ്റെ വിഷമം ഞാൻ പറഞ്ഞാൽ രവിക്ക് എന്നോട് പിണക്കം തോന്നുമോ? ഒരിക്കലുമില്ല, പെട്ടെന്നായിരുന്നു രവിയുടെ മറുപടി. ഷേർലിക്ക് എന്നോട് എന്തും പറയാം. നമ്മൾക്കിടയിൽ യാതൊരു മറയുമില്ല, യാതൊരു രഹസ്യങ്ങളുമില്ല. എങ്കിൽ ഞാൻ പറയാം. ഇന്ന് പപ്പയുടെ മരണദിവസമായതിനാൽ ഇന്ന് മുഴു പട്ടിണിയായിരിക്കണം എന്നായിരുന്നു എൻ്റെ തീരുമാനം. ഒരു തരം സ്വയം പീഡനത്തിലൂടെ എൻ്റെ കുറ്റബോധം ശമിപ്പിക്കാൻ. എന്നിട്ട് അമ്മ നിർബന്ധിച്ച് ഷേർലിയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു ഇല്ലേ? രവി ചോദിച്ചു. അയാൾ പുഞ്ചിരിച്ചു. സാരമില്ല, അതും ഒരു പീഡനാനുഭവമായി കരുതിയാൽ മതി. സ്വന്തം മനസ്സോടെയല്ലല്ലോ ഷേർലി ഭക്ഷണം കഴിച്ചത്, അമ്മ നിർബന്ധിച്ചതുകൊണ്ടല്ലേ. വെള്ളിയാഴ്ച അത്താഴം കഴിക്കാതിരിക്കുന്നത് കുടുംബത്തിന് ദോഷമാണെന്ന അമ്മയുടെ വിശ്വാസം, വിശേഷിച്ചും പെണ്ണുങ്ങൾ. ഷേർലി ആണെങ്കിൽ ഈ വീട്ടിലെ വീട്ടമ്മയായി വന്ന് കയറിയതുമല്ലേ. അതാ അമ്മ നിർബന്ധിച്ചത്, അല്ലാതെ ഷേർലിയോട് വിരോധം കൊണ്ടൊന്നുമല്ല. അതെനിക്കറിയാം. ഷേർലി മെല്ലെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഷേർലിയെ മാത്രമല്ല, ആൺമക്കളുടെ ഭാര്യമാർ അമ്മയ്ക്ക് സ്വന്തം മക്കളെ പോലെയാ. സാധാരണ അമ്മായിയമ്മമാരുടെ മനസ്സൊന്നും അമ്മയ്ക്കില്ല. അതും മനസ്സിലായി. ഷേർലി തലയാട്ടി. ഇന്ന് പട്ടിണിയായിരിക്കണമെന്ന് ഷേർലിക്ക് നിർബന്ധമുള്ള കാര്യം അമ്മ അറിഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നാൽ അമ്മ അത് അഡ്ജസ്റ്റ് ചെയ്തേനെ. ഞാൻ എങ്ങനെയാ അത് പറയുക? വെള്ളിയാഴ്ച പട്ടിണിയിരിക്കുന്നത് മോശമായി അമ്മ വിശ്വസിക്കുമ്പോൾ എന്നോട് പറയാമായിരുന്നല്ലോ. സാരമില്ല, അത് കഴിഞ്ഞില്ലേ. എങ്കിൽ ഇതിൻ്റെ പേരിൽ ഷേർലി ഇനി വിഷമിക്കരുത്. ഷേർലിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്ത് തന്നെയായാലും എന്നെ അറിയിക്കാം. ഇഷ്ടമില്ലാത്തതൊന്നും തനിക്കിവിടെ ചെയ്യേണ്ടി വരില്ല, പോരെ? സോറി രവി. ഷേർലി രവീന്ദ്രൻ്റെ കൈപ്പിടിച്ച് ക്ഷമാപണം പോലെ അറിയിച്ചു. ഈ നിസ്സാര പ്രശ്നം ഒരു ഇഷ്യൂ ആക്കിയേ ഞാനാണ് തെറ്റ് ചെയ്തത്. നമുക്കിത് വിടാം. എങ്കിൽ ഷേർലി കിടന്നുറങ്ങിക്കോളൂ. എന്താവശ്യമുണ്ടായാലും പറയാൻ മറക്കരുത്. രവി കിടക്കുന്നില്ലേ? ഷേർലി തിരക്കി. ഈ ഇരട്ടക്കിടക്കയുടെ ഒരു കോണിൽ ഞാൻ കിടക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ കിടന്നേക്കാം. അത് കേട്ട് ഷേർലി അറിയാതെ ചിരിച്ചുപോയി. കോണിൽ കിടക്കണ്ട, സൗകര്യമായി കിടന്നോളൂ. ഈ വലിയ കിടക്ക മുഴുവനും എനിക്ക് ആവശ്യമില്ല. ഇന്നത്തെ ദിവസമായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സാരമില്ല, ഇന്നത്തെ ദിവസം എൻ്റെ കല്യാണ ദിവസം കൂടിയാണല്ലോ. രവീന്ദ്രൻ മെല്ലെ കൈനീട്ടി ഷേർലിയുടെ ചുമലിൽ തട്ടി. ശരി, ഉറങ്ങിക്കോളൂ. ഷേർലി കിടന്നു. ഇക്കുറി അഭിമുഖമായാണ് അവൾ കിടന്നത്. വലത് കൈത്തല ഉയർത്തി രവിയുടെ നെഞ്ചിൽ കൈ വച്ചു. രവിക്ക് സന്തോഷമായി. അയാൾ സ്വന്തം കൈത്തലം കൊണ്ട് ഷേർലിയുടെ കൈത്തലം മൂടി. പിന്നെ നെഞ്ചോട് അമർത്തിപ്പിടിച്ചു. പ്രേമിച്ചുള്ള വിവാഹമല്ല, പരസ്പരം പിരിയുവാൻ സന്നദ്ധയായിരുന്നു ഷേർലി. എന്നിട്ടും ഒരുമിച്ച് ജീവിക്കാനാണ് ദൈവം നിയോഗിച്ചത്. ദൈവനിയോഗമായിട്ടാണ് ഷേർലി ഈ ബന്ധത്തെ കാണുന്നത്. ഇപ്പോഴിതാ മനസ്സിൽ പ്രേമം നുരയിടുന്നു. വിവാഹരാത്രിയിൽ രവിക്ക് പകരം മറ്റൊരാളായിരുന്നു തൻ്റെ വരനെങ്കിൽ തീർച്ചയായും അതൊരു നഷ്ടമാകുമായിരുന്നു. സ്നേഹത്തിനു വേണ്ടി പിന്നാലെ നടന്നവനാണ് രവി. വിവാഹശേഷം ആൾ മാറിയേക്കാം എന്നൊരു ഭയം അവൾക്കുണ്ടായിരുന്നു. ഇപ്പോഴിതാ യാതൊരു ഭയവുമില്ല. തൻ്റെ നല്ല മനസ്സിനെ ദൈവം നൽകിയ സമ്മാനമായിരിക്കുന്നു രവി. ഷേർലി എന്താണിപ്പോൾ ആലോചിക്കുന്നത്? രവി ചോദിച്ചു. രവിയെക്കുറിച്ച് അവൾ പതുക്കെ പറഞ്ഞു. വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് രവിക്കറിയാം. അത്രമേൽ നമ്മുടെ മനസ്സുകൾ അടുത്തില്ലേ? അറിയാം, ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതാണ്. രവിക്ക് എന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഇനി ചോദ്യത്തിന് വല്ല പ്രസക്തിയുമുണ്ടോ മോളെ? ഷേർലിയുടെ അരികിലേക്ക് അല്പം കൂടി ചേർന്ന് കിടന്നിട്ട് രവി അവളെ ചുറ്റിപ്പിടിച്ചു. വെറുതെ കേൾക്കാൻ വേണ്ടി ചോദിച്ചതാണ്. എങ്കിൽ കേട്ടോളൂ. നിധി കിട്ടിയവൻ്റെ സന്തോഷമാണ് എനിക്ക്. ജീവിതത്തിൽ ഇതിലധികം ഒന്നും നേടാനില്ലെന്ന് തോന്നുന്നു. ഈ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടരുതെന്നാണ് എനിക്കും. പിറ്റേന്ന് രാവിലെ രവിയാണ് ഷേർലിയെ വിളിച്ചുണർത്തിയത്. അവൾക്ക് കുറ്റബോധമായി. അയ്യോ, ഞാൻ ഇത്രയും താമസിച്ച് ഉണർന്നിട്ടില്ല. സാരമില്ല, ഇന്നലത്തെ ടെൻഷനും സങ്കടവും അത്രയ്ക്കായിരുന്നല്ലോ. അമ്മ എന്ത് വിചാരിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെ ഭയപ്പെടുകയേ വേണ്ട. അമ്മ തന്നെപ്പറ്റി മോശമായി ഒന്നും വിചാരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ അത് ഉറപ്പാകും. രാവിലെ എഴുന്നേറ്റ് രവിക്ക് കാപ്പി ഉണ്ടാക്കി തരണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അതിനെന്താ, കാപ്പി ഇവിടെ റെഡി. രവി ടീപ്പോയിൽ നിന്നും ഫ്ലാസ്ക് എടുത്ത് ഒരു കപ്പിലേക്ക് കാപ്പി പകർന്നു. ഷേർലി എനിക്ക് തരുന്നതിന് പകരമായി ഞാൻ അങ്ങോട്ട് തരുന്നു.
എനിക്കൊരാൾ കാപ്പിയിട്ട് തരുന്നത് ആദ്യമാ. ചിരിയോടെ അവൾ കപ്പ് വാങ്ങി. വീട്ടിലെ സർവ്വ പണിയും ഞാൻ തന്നെയാ ചെയ്തിരുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അമ്മയുണ്ട്. ഷേർലിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് അടുക്കളയിൽ കയറി താന് എല്ലാം ചെയ്യണം. ഇവിടുത്തെ ഇഷ്ടവും പാകവും അറിഞ്ഞ് എല്ലാം ഉണ്ടാക്കി രവിക്കും അമ്മയ്ക്കും വിളമ്പി തന്നിട്ട് വേണം ജോലിക്ക് പോകാൻ. രവി ചിരിച്ചു. ഇന്നത്തെ പെണ്ണുങ്ങളിൽ ഇത്തരം താല്പര്യമുള്ളവർ കുറവാ. ഞാനൊരു പഴയ പെണ്ണാ. ഷേർലിയും ചിരിച്ചു. എങ്കിൽ എന്നെ ഇങ്ങനെ രവിയെന്ന് വിളിക്കണമെന്ന് നിർബന്ധമുണ്ടോ? പിന്നെ ആദ്യം കണ്ടപ്പോഴത്തെ പോലെ രവീന്ദ്രൻ നായരെന്ന് വിളിച്ചാൽ മതിയോ? രവിയേട്ടെന്ന് വിളിച്ചൂടെ? രവി കുസൃതിയിൽ ഷേർലിയെ നോക്കി. അയ്യേ, ഷേർലി മൂക്കിൽ വിരൽ ചേർത്തു. ഏട്ടന്മാരുടെ ഭാര്യമാർ അവരെ രണ്ടുപേരെയും പേരിൻ്റെ ഒപ്പം ഏട്ടൻ ചേർത്താ വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ രവിയേട്ടാ. ഷേർലി രവിയുടെ വയറ് വിരൽ കൊണ്ട് തോണ്ടി. പോയി കുളിച്ചിട്ട് വാ, രവി പറഞ്ഞു. കുളി കഴിയാതെ അമ്മ അടുക്കളയിൽ കയറ്റില്ല. ഞാൻ മിക്കപ്പോഴും വൈകുന്നേരമായിരുന്നു കുളി. ഇനി അതൊക്കെ മാറ്റണം. ഒക്കെ ഇവിടുത്തെ ഇഷ്ടം പോലെ. കിടക്കറയോട് ചേർന്ന് തന്നെ കുളിമുറി ഉണ്ടായിരുന്നു. ബാത്ത് ടബ് അടക്കം സകല സൗകര്യങ്ങളും. ഷേർലി പോയി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും രവീന്ദ്രൻ അവൾക്കുള്ള വസ്ത്രങ്ങളെടുത്ത് കിടക്കയിൽ വെച്ചിരുന്നു. വേഷം മാറി ഷേർലി അടുക്കള വാതിൽക്കലെത്തി. അടുക്കളയിൽ നിന്നും അമ്മ ഇറങ്ങി വന്നു. അയ്യോ, നെറ്റിയിലൊരു പൊട്ടു കുത്താമായിരുന്നില്ലേ? അമ്മ ചോദിച്ചു. ഷേർലി പുഞ്ചിരിയോടെ നിശബ്ദം നിന്നതേയുള്ളൂ. വാ. ശ്രീദേവി അമ്മ ഷേർലിയുടെ കൈ പിടിച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. സിന്ദൂരച്ചെപ്പിൽ നിന്ന് ദേവിയുടെ സിന്ദൂരമെടുത്ത് നെറ്റിയിൽ തൊടുവിച്ചു. ഇനി മുതൽ രാവിലെ കുളിക്കഴിഞ്ഞാൽ ഉടൻ സിന്ദൂരം തൊടണം, അമ്മ അറിയിച്ചു. സുമംഗലി ലക്ഷണമാ സിന്ദൂരം, അല്ലാതെ വെറും ചുവന്ന പൊടിയല്ല. ഷേർലി സമ്മതത്തിൽ തലയാട്ടി. ശ്രീദേവി അമ്മ വീണ്ടും കൈപ്പിടിച്ച് അവളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. മോൾക്ക് മീനും ഇറച്ചിയുമൊന്നും ഇല്ലാതെ പറ്റില്ല എന്നുണ്ടോ? പുഞ്ചിരിയോടെ അമ്മ അന്വേഷിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഷേർലി പുഞ്ചിരിച്ചു. എങ്കിൽ ഇവിടെ മീനും ഇറച്ചിയുമൊന്നും അടുക്കളയിൽ കയറ്റാറില്ല. തനി പഴയ ചിട്ടയാ. പിള്ളേർക്ക് വേണമെങ്കിൽ പുറത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കും. മച്ചിൽ ഭഗവതിയുണ്ട്. പിന്നിലെ തൊടിയിൽ സർപ്പക്കാവുണ്ട്. ശുദ്ധം പാലിക്കാതെ പറ്റില്ല. ഷേർലി അത്ഭുതത്തിൽ കേട്ടു നിന്നു. തീണ്ടാരി ശുദ്ധം ഇവിടെ പാലിച്ചേ പറ്റൂ, അമ്മ അറിയിച്ചു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അമ്മ ഷേർലിയെ പുഞ്ചിരിയോടെ നോക്കി. ഷേർലിക്ക് സത്യത്തിൽ അത് മനസ്സിലായിരുന്നില്ല. പെണ്ണുങ്ങൾ പുറത്താവില്ലേ? അങ്ങനെയായാൽ കൂട്ടിത്തൊടാൻ പാടില്ല. അടുക്കളയിലും പൂജാമുറിയിലും കയറാൻ പറ്റില്ല. 5 നാൾ കഴിഞ്ഞ് മുങ്ങി കുളിച്ചാലേ ശുദ്ധാവൂ. ഷേർലിക്ക് നേരിയ ഞെട്ടലുണ്ടായി. വിരോധമില്ലല്ലോ ഇല്ലേ? അമ്മ ചോദിച്ചു. ഇല്ല, ഷേർലി സമ്മതിച്ചു. കുട്ടിയുടെ പേര് മാറ്റണമെന്ന് അയൽപ്പക്കത്തെ പെണ്ണുങ്ങൾ പറയാ. വല്ല രാധയെന്നോ ഉമയെന്നോ ഒക്കെ മാറ്റാമെന്ന്. അതൊന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ചിട്ടകൾ മാറ്റണം. അമ്മ അകത്തേക്ക് കയറിപ്പോയി. ഷേർലിക്ക് ഭീതിയായി. രവിയോട് പറയാനും അവൾ ഭയപ്പെട്ടു. രവിക്ക് ഇതൊക്കെ നിസ്സാര കാര്യങ്ങളായേ തോന്നൂ. ഉച്ചയ്ക്ക് ഊണ് വിളമ്പാനായി ഷേർലി അടുക്കളയിൽ കയറിയപ്പോൾ ഭാർഗവിയമ്മ പറഞ്ഞു. വേണ്ട മോളെ, അന്യജാതിക്കാർ തൊട്ടാൽ ശ്രീദേവി അമ്മ കഴിക്കില്ല. വലിയ ശുദ്ധക്കാരിയാ. ഷേർലി സ്തബ്ധയായി നിന്നു. അപ്പോൾ ശ്രീദേവി അമ്മയും അകത്തേക്ക് വന്നു. കുട്ടിക്കൊന്നും തോന്നരുത് കേട്ടോ, അങ്ങേയറ്റം മൃദുസ്വരത്തിൽ അവർ അറിയിച്ചു. കുട്ടി അടുക്കളയിൽ മാത്രം കയറണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഊണുമുറിയിലേക്ക് എടുത്തു തരാം. ഷേർലിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർപ്പാഞ്ഞു. കഥ തുടരും.